ചെയ്യാത്ത തെറ്റിന് ഒരു പതിറ്റാണ്ടിലേറെ വേദന അനുഭവിച്ചു ആനന്ദ് വിശ്വനാഥൻ. ഒടുവിൽ നീതിപീഠനത്തിന് മുന്നിൽ സത്യം തെളിഞ്ഞു. ഓർത്തെടുക്കുമ്പോൾ പൊള്ളുന്ന ഇന്നലെകൾ. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ ജോലി നോക്കുമ്പോഴാണ് ദുരനുഭവം. 5/9/2014 അന്ന് നടന്ന പരീക്ഷയിൽ ഏതാണ്ട് അവസാനത്തെ മിനിറ്റാണ് ഞാൻ ഹാളിനകത്ത് കയറുന്ന വ്യാപകമായിട്ടൊരു കോപ്പിയടി. ഞാൻ കോപ്പിയടി ഡിറ്റക്ട് ചെയ്യും, അത് പിടിച്ച് അപ്പം തന്നെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 16-ാം തീയതിയാണ് അറിയുന്നത് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ്? CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടതാണ്. അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ്. കോപ്പിയടിക്ക് പിടിച്ചത് SFI അനുഭാവികളായ 5 വിദ്യാർത്ഥികളെ. ഈ പെൺകുട്ടികൾ മൂന്നാറിലെ CPM പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷനും കണ്ടെത്തിയിരുന്നു. 2 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എൻക്വയറി നടത്തുകയും ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗൂഢമായ രീതിയിൽ, അതായത് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുള്ള ലാപ്സസും എക്സാം ഇൻവിജിലേറ്ററും ഒക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നത് 2 കുട്ടികളെ ഡീബാർ ചെയ്യുകയും ചെയ്തിരുന്നു. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകൾ എടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ശേഷിക്കുന്നവയിൽ 3 വർഷം തടവിന് വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ. ഇതിലാണിപ്പോൾ ആനന്ദ് വിശ്വനാഥന് അനുകൂല വിധി. പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു. ഇതിന് കോളേജ് പ്രിൻസിപ്പൽ കൂട്ടുനിന്നതായും സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നെന്നും കോടതി നിരീക്ഷിച്ചു.